കെ ബാബുവിന്റെ വിഷയത്തിൽ കോൺഗ്രസ് രണ്ടു തട്ടിൽ. രാഷ്ട്രീയ പിന്തുണ നൽകണമെന്ന യു.ഡി.എഫിലെ പൊതു അഭിപ്രായത്തോട് സുധീരന് വിയോജിപ്പ്. വിജിലൻസിന്റെ കണ്ടെത്തലുകൾ ഗൗരവകരമായ ചില കാര്യങ്ങളുണ്ടെന്നും രാഷ്ട്രീയ കാര്യസമിതിക്ക് ശേഷം തീരുമാനമെടുക്കാമെന്നും സുധീരൻ. അഴിമതിക്കെതിരെ നാട്ടിൽ പൊതുവികാരമെന്ന് വി.ഡി. സതീശനും പ്രതികരിച്ചു. അതേസമയം കോൺഗ്രസ് ആദ്യ നിലപാടെടുക്കട്ടെ എന്നാണ് ഘടകകക്ഷികളുടെ നിലപാട്. ഇന്നത്തെ വാർത്തയിലേക്ക്. കെ ബാബുവിനെതിരായ വിജിലൻസ് അന്വേഷണത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിനുള്ള വിയോജിപ്പ് യു.ഡി.എഫ് യോഗത്തിലും സുധീരൻ തുടർന്നു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ആദ്യം തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു ഘടകകക്ഷികളുടെ നിലപാട്. എന്നാൽ വിജിലൻസിന്റെ കണ്ടെത്തലുകളിൽ ഗൗരവമായ ചില കാര്യങ്ങളുണ്ട്. പാർട്ടി നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസവുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ മാസം 24-ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം മാത്രമേ നിലപാട് വ്യക്തമാക്കാനാകൂവെന്ന് സുധീരൻ യോഗത്തിൽ പറഞ്ഞു. കെ ബാബുവിന് സംരക്ഷണം ഒരുക്കണമെന്ന് ഉമ്മൻചാണ്ടിയും എം ഹസനും യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അത്തരം അഭിപ്രായങ്ങൾ വ്യക്തിപരമാണെന്നും സുധീരൻ തുറന്നടിച്ചു. തുടർന്ന് പൊതുധാരണയുണ്ടാകാതെ യു.ഡി.എഫ് പിരിയുകയായിരുന്നു. അതൊക്കെ പറയൂ. അങ്ങനെ എന്താ പറയുക, പത്രസമ്മേളനത്തിൽ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്ന ഡീറ്റെയിൽസ് ആരെങ്കിലും പറയും. അത് അത്രയും ധരിച്ചാൽ മതി. അത് ധരിച്ചപ്പോൾ ഞങ്ങൾ നിയമപ്രകാരം അതിൻ്റെ രാഷ്ട്രീയമായിട്ട് അവർ രാഷ്ട്രീയം തുടങ്ങിയാൽ ഞങ്ങൾ രാഷ്ട്രീയം തുടങ്ങും. നാട്ടിലാകെ അഴിമതിയെക്കുറിച്ചാണ് സംസാരം. ആ ഘട്ടത്തിൽ പാർട്ടിയിൽ ചർച്ചയില്ലാതെ വിജിലൻസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കരുതെന്ന് വി.ഡി. സതീശനും ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കളെ കുറ്റപ്പെടുത്തുന്ന കെ.എം. മാണിയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ വിശദ ചർച്ചയുണ്ടായില്ല. എം.ആർ. സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസിലെ ആഭ്യന്തര കലാപങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒരുപക്ഷെ ഈ ആന്തരിക വൈരുദ്ധ്യങ്ങൾ ഏത് വിധത്തിലാകും കൂട്ടിമുട്ടുക? തുടർ ദിവസങ്ങൾ കാണുക. തീർച്ചയായും ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് പി ബിജു, ഒപ്പം PS സലിം കോൺഗ്രസിൽ നിന്ന്, റജി ലൂക്കോസ്, ബിജു രമേശ്, ജെ അജിത് കുമാർ എന്നിവരൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ചർച്ച തുടരുമ്പോൾ കോൺഗ്രസ് നേതാവ് PS സലിം നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ PS സലിം, ബാബുവിനെ കോൺഗ്രസും കൈവിടുന്നു, എ ഗ്രൂപ്പ് ഒഴികെ മറ്റ് രണ്ട് ഗ്രൂപ്പുകളും ബാബുവിനെ കൈവിടുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇന്ന് മാധ്യമങ്ങളുടെ ക്യാപ്ഷൻ. എങ്ങനെ കാണാം ഇതിനെ? അല്ല അജിംഷാ, നിങ്ങൾ പറയുന്ന രീതിയിൽ ഈ കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെ ഒരു രീതിയിൽ ഒരു ചർച്ചയോ അല്ലെങ്കിൽ അത്തരം ഒരു നിലപാടോ സ്വീകരിച്ചായിട്ട് ഒരിടത്തും പറയാൻ കഴിയില്ല. ഇതൊരു ഒരു 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 ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാര് ആ ഘട്ടത്തിൽ പ്രതികരിക്കാവുന്ന പരിധിക്കുള്ളിൽ നിന്ന് പ്രതികരിച്ചിട്ടുണ്ട്. എവിടെ എവിടെ ഏത് പരിധിയിൽ നിന്നുകൊണ്ട് ഏത് പരിധിയിൽ നിന്നുകൊണ്ട്? ഞാൻ ചോദിച്ചോട്ടെ താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ ഞാൻ ആഡ് ചെയ്യുന്നു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അതായത് യു.ഡി.എഫിന്റെ യോഗം നിർണായകമായത് ഇന്ന് ചേർന്നു. പൊതു അഭിപ്രായം ബാബുവിനെ സംരക്ഷിക്കാമെന്ന രീതിയിലേക്ക് ഉയർത്തിയെടുക്കാനായില്ല എന്ന് മാത്രമല്ല, CPIM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ 22-ാം തീയതി സമരം എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു തീരുമാനം കോൺഗ്രസിനുള്ളിൽ എടുത്തിട്ടുണ്ടോ? കെ ബാബുവിനെ സംരക്ഷിക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ കെ ബാബുവിന് വേണ്ടി രാഷ്ട്രീയമായ നിലപാടെടുക്കണമോ? എന്തേ? അല്ല അജിംഷാദ്, ഒരു സംരക്ഷണത്തിന്റെ കവചം തീർക്കാൻ ഒരു വലിയ പ്രതിസന്ധികളാണ് കെ ബാബു എന്ന് ഇപ്പോഴും നമുക്ക് പറയാനും തീരുമാനിക്കാനും കഴിയുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് KPCC പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്താമോ? അതെ, ഞാൻ പറയട്ടെ, ഇപ്പോൾ നടക്കുന്ന ഈ റെയ്ഡ് ഉൾപ്പെടെയുള്ള വിജിലൻസ് അന്വേഷണമൊക്കെ നമുക്ക് പരിചയമുള്ള ഒരു വിജിലൻസ് അന്വേഷണത്തിന്റെ രീതികളോട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒന്നൊന്നുമല്ല. സ്വാഭാവികമായിട്ടും വിജിലൻസിന്റെ എൻക്വയറി എപ്പോഴും അതിന്റെ ആധികാരികമായ രേഖകളുടെ പിൻബലം ഉണ്ടാവണം, ചില സ്പെസിഫിക് അലിഗേഷൻസ് ഉണ്ടാവണം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നൽകുന്ന അന്വേഷണത്തിന് ആ രീതികളുടെ പരിസമാപ്തി ഉണ്ടാവും. ഈ പറഞ്ഞ കെ ബാബുവിന്റെ വീട്ടിൽ നിന്ന് റെയ്ഡുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്ന് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് പറയുന്ന വിവരങ്ങൾ ഞങ്ങൾക്ക് അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിന് പരിചയമുള്ള ഒരു വിജിലൻസ് എൻക്വയറിയുമായി അല്ലെങ്കിൽ അത്തരം എൻക്വയറിയുടെ ഒരു സ്വാഭാവികമായ രീതികളുമായി പൊരുത്തപ്പെട്ടു പോകുന്നതല്ല. 23 ഗ്രാം സ്വർണ്ണാഭരണം കെ ബാബുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ഇത് നമുക്ക് എങ്ങനെ കാണാം? 1 ലക്ഷം രൂപ ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇതൊക്കെ ഒരു വലിയ പുകമറ. 117 പവൻ ബാബുവിന്റെ മകളുടെ ലോക്കറിൽ നിന്ന് കണ്ടെത്തി. 4 ഇനി തുറക്കാനുണ്ട്. ഒന്നും ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഇതേക്കുറിച്ച് ഇപ്പൊ പ്രതികരിക്കുന്നത് തന്നെ പ്രിമച്വറാണ്. പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രാഥമികമായ വിലയിരുത്തല് ഇപ്പോൾ പുറത്തുവിടുന്ന രീതിയിൽ ഒരു ശരിയായ അന്വേഷണം അതിന്റെ കൃത്യമായ ദിശയിലേക്ക് വിജിലൻസിന്റെ നിഷ്പക്ഷതയും സുതാര്യതയും ഉയർത്തിപ്പിടിച്ചെടുക്കുന്ന
ഏത് അന്വേഷണത്തോടും പോസിറ്റീവായ സമീപനം സ്വീകരിക്കാൻ ഞങ്ങൾ കമ്മിറ്റഡ് ആണ്, ഒരു സംശയവും വേണ്ട. പക്ഷേ ശ്രീ പി എസ് എലും ഇത് ആരുടെ അഭിപ്രായം? ശ്രീ പി എസ് എലും ഇല്ല, ഇത് ആരുടെ അഭിപ്രായം? അതായത് ഇത്തരത്തിൽ മാനങ്ങൾ ഒന്നും സംരക്ഷിച്ചിട്ടില്ല വിജിലൻസ്, അതിൻ്റെതായ ക്രൈറ്റീരിയകൾ പാലിച്ചിട്ടില്ല എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞതല്ലാതെ സുധീരൻ ഇത് ബോധ്യമായിട്ടുണ്ടോ? പ്രസിഡന്റിനെ നിങ്ങളിത് KPCC പ്രസിഡന്റിനെ കക്ഷിയാക്കാനോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ഈ രീതിയിൽ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിനുള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞ 2 ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിൽ കൺസേൺഡ് അല്ല. KPCC പ്രസിഡന്റ് ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ അത്തരം അഭിപ്രായം പറയേണ്ട ഘട്ടത്തിൽ പറയേണ്ടയാളാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. 22 ഗ്രാം സ്വർണ്ണാഭരണവും 1.5 ലക്ഷം രൂപയും കണ്ടെത്തി എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന അല്ലല്ല, വിഷയം മറ്റൊരു ദിശയിലേക്ക് താങ്കൾ ബോധപൂർവമാണ് തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത്. ശ്രീ പി എസ് എലും നമുക്ക് കട്ട് ആൻഡ് ട്രേഡ് ആകാം. അതായത് ഒന്ന്, UDF യോഗം നിർണായകമായി ചേർന്നു. ബാബുവിനെ സംരക്ഷിക്കണമോ വേണ്ടയോ? അന്വേഷണ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചില്ല. ഒന്ന്, വലിയ പ്രതിസന്ധിയാണ്. നോക്കൂ ശ്രീ പി എസ് എലും, യുവ നേതാക്കന്മാർ പോലും ഹസനെതിരെ ബാബുവിനെ പ്രൊട്ടക്ട് ചെയ്ത് രംഗത്തെത്തണമെന്ന് പറഞ്ഞ MM ഹസനെതിരെ മാത്യു കുഴൽനാടന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. BRM ഷഫീർ പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. MM ഹസൻ കോർ കമ്മിറ്റി അംഗ 21 അംഗ രാഷ്ട്രീയകാര്യ സമിതി കോർ കമ്മിറ്റി അംഗത്വം രാജിവെക്കണമെന്ന്. ഇത്തരത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസിനുള്ളിൽ നടത്തുന്നു. ഒരു അഴിമതി പ്രശ്നമുണ്ടായപ്പോൾ കോൺഗ്രസ് അങ്ങനെ ആടി ഉലയുകയാണ്. ഇത് നിസ്സാരമല്ല. കേരളത്തിലെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തില്ലേ ഉള്ളൂ. അതിശയം ശ്രീ സലീം. അല്ല, മാധ്യമങ്ങൾ ഇഷ്ടംപോലെ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഒരു ഔട്ട്കം വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതേക്കുറിച്ച് കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്തിന് ഒരു സ്പെസിഫിക് അഭിപ്രായം പറയാൻ കഴിയും. ശ്രീ പി എസ് എലും ശരി, അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയമായ നിലപാടെടുക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. അന്വേഷണ വഴിക്കാണ്. ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി, നിങ്ങളുടെ നേതാവ്, താങ്കളുടെ നേതാവ് പറഞ്ഞത് എന്താണ്? FIR-ന്റെ നടപടിക്രമങ്ങൾ ശരിയായില്ല. അങ്ങനെയാണെങ്കിൽ നിയമപരമായി നീങ്ങാമല്ലോ. നിയമപരമായി നീങ്ങാൻ ബാബുവിന് എന്തേ തടസ്സം? നിയമപരമായി 1 ഇഞ്ച് മുമ്പോട്ട് പോയിട്ടുണ്ടോ? അതിന്റെ ഒരു സംശയം വേണ്ട. ബാബുവിന് സ്വാഭാവികമായി നീതി നിഷേധിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഞങ്ങളുടെ പാർട്ടി ആ നിലയിൽ നിയമപരമായും രാഷ്ട്രീയപരമായും അത്തരം കാര്യങ്ങളെ സമീപിക്കാനും അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ആർജവും കോൺഗ്രസിനുണ്ട്. ഇല്ല ശ്രീ പി എസ് എലും തെറ്റാണ്. അതായത് ഇത്രയേറെ നിർണായകമായ ഒരു പ്രശ്നമുണ്ടായി. ഒരു മുൻ മന്ത്രി, കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് കുടുങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ ബിനാമി 121 ഏക്കർ തേനിയിൽ പിടിക്കുന്നു. ഇത്രയേറെ വാർത്തകളും സജീവമായ റെയ്ഡും അടക്കം വരുന്നു. ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല ഇവരുടെ ഭാഗത്തുനിന്ന്. ഉമ്മൻചാണ്ടി പറഞ്ഞത് രാഷ്ട്രീയമായി നേരിടുമെന്നല്ല, നിയമപരമായി ബാബുവിന് വേണ്ടി നേരിടുമെന്ന്. MM ഹസൻ അടക്കമുള്ള ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ A ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഒഴുകിയാൽ ഒരൊറ്റ ഗ്രൂപ്പും കോൺഗ്രസിൽ ബാബുവിനെ പിന്തുണയ്ക്കുന്നില്ല. ബാബുവിനെ കൈവിട്ടു എന്ന് തന്നെ പറയാം. അല്ല, ഇതിനകത്ത് കൈവിടലിന്റെയോ സംരക്ഷണത്തിന്റെയോ ഒന്നും ഒരു പ്രശ്നം ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നില്ല. വിജിലൻസിന്റെ അന്വേഷണം എങ്ങോട്ട് പോകുന്നു എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ആദ്യഘട്ട സൂചനകൾ ഇത്തരം ബാലിശമായ കാര്യങ്ങൾ ബ്രീഫ് ചെയ്ത് മാധ്യമങ്ങളിൽ ഇതിന്റെ ഒരു അന്വേഷണത്തിന്റെ രീതികൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള ഒരു പ്രചരണം നൽകുമ്പോൾ ഒരു പുകമറയുടെ പ്രശ്നം ഇവിടെയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രാഥമികമായി പുകമറ. ദയവായി നിൽക്കൂ ശ്രീ പി എസ് എലും ശ്രീ പി ബിജു. വളരെ നിർണായകമായ നിമിഷത്തിലൂടെ അഴിമതിയുമായി ബന്ധപ്പെട്ട തുറന്ന സമീപനം, അഴിമതിക്കെതിരായ നീക്കം വിജിലൻസിന് സർക്കാർ നൽകി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാ മേഖലകളിലേക്കും വിജിലൻസ് അഴിമതിക്കാരെ കണ്ടെത്താൻ പരുതി നടക്കുകയാണ്. ആ ഘട്ടത്തിൽ നമുക്ക് കെ ബാബുവിൻ്റെയും KM മാണിയുടെയും എടുക്കാം. ഇവിടെ കെ ബാബുവിനെതിരായ നീക്കങ്ങൾക്കെതിരെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നതയുണ്ടായിരിക്കുന്നു. നിർണായകമായ ഒരു രാഷ്ട്രീയ ദിശയിലൂടെയാണ് കേരള രാഷ്ട്രീയം കടന്നു പോകുന്നത്. ഇങ്ങനെ പി എസ് സലീമിനെ പോലെ ഒറ്റപ്പെട്ട ചില പിന്തുണകൾ ഒഴിച്ചാൽ അവർ അതിന് മുമ്പോട്ട് വെക്കുന്ന ഗോൾ എന്നത് വിജിലൻസിൻ്റെ പുകമറയാണ്, രാഷ്ട്രീയ പ്രേരിതം. ഒന്നാമത്തെ കാര്യം, കോമൺ സെൻസ് ഉള്ള ആരും ഇത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താ, രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യണം, ഈ ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് സ്വീകരിക്കണം. ഈ ഗവൺമെൻറ് ഒരു തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല. കാരണം 2014 ബാറുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരുന്നത്. അന്നു മുതൽ
ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള ആക്ഷേപങ്ങൾ കേരളീയ സമൂഹത്തിലുണ്ട്. 20 കോടി പിരിച്ചതിനെ സംബന്ധിച്ചുണ്ട്, ബിയർ വൈൻ പാർലറുകൾ അനുവദിച്ചതിനെ സംബന്ധിച്ചുണ്ട്, കെ എം മാണിയെ കാണാൻ പോയതിനെ സംബന്ധിച്ചുണ്ട്, സെക്രട്ടേറിയറ്റ് വെച്ച് പൈസ വാങ്ങിയതിനെ സംബന്ധിച്ചുണ്ട്. ഇത്തരം ഒരുപാട് ആക്ഷേപങ്ങളും പരാതികളും 2014 മുതൽ തന്നെ, അത് UDF ഭരിക്കുന്ന ഘട്ടത്തിലാണ്. UDF ഭരിക്കുന്ന ഘട്ടത്തിലാണ് കെ ബാബുവിനെതിരെ തൃശ്ശൂർ വിജിലൻസ് കോടതി FIR ഇട്ട് കേസെടുക്കണമെന്ന് പറഞ്ഞത്. FIR ഇട്ട് കേസെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ബാബു 2 ദിവസം മറ്റേ രാജിക്കത്ത് പോക്കറ്റിട്ട് നടന്നു. എന്നിട്ട് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി. UDF ഭരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് 10-30 ലക്ഷം രൂപ വരെ തെളിവ് വന്നിട്ടുണ്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ടുള്ള പുനരന്വേഷണങ്ങൾക്ക് വിജിലൻസ് കോടതി, തൃശ്ശൂർ വിജിലൻസ് കോടതി, തിരുവനന്തപുരം വിജിലൻസ് കോടതി, കേരള ഹൈക്കോടതി, ഈ 3 കോടതികളും വിധി പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണ ഏജൻസി ഇതിനെല്ലാം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് വിജിലൻസാണ്. ആ വിജിലൻസ് അവരുടെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. ആ വിജിലൻസ് അവരുടെ ഉത്തരവാദിത്വമാണ് നിർവഹിക്കുന്നത്. ഇപ്പോൾ കെ ബാബുവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിയമപരമായിട്ടൊരു എല്ലാ നിയമപരമായിട്ടുള്ള നടപടികളും ഒരു വിഭാഗം പറഞ്ഞു എല്ലാ നിയമപരമായിട്ടുള്ള നടപടികളും സ്വീകരിച്ച് വിജിലൻസ് മുന്നോട്ട് പോകാൻ കഴിയൂ. ഒന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. ഇപ്പോൾ മൂവാറ്റുപുഴ കോടതിയിൽ പ്രാഥമിക റിപ്പോർട്ട് നൽകി, FIR ഇടാൻ കോടതിയുടെ അനുമതി വാങ്ങി, കോടതിയുടെ സെർച്ച് വാറണ്ട് വാങ്ങി, കോടതിയുടെ സെർച്ച് വാറണ്ട് വാങ്ങിയാണ് പോകുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് വിജിലൻസ് ഒരു കേസ് പോലും സുവമോട്ടോ എടുത്തിട്ടില്ല. ഗവൺമെൻറ് ഒരു കേസും എടുക്കാൻ നിർദ്ദേശിച്ചിട്ടില്ല. ഇവിടെ 2014 മുതൽ ഉള്ള വിവിധങ്ങളായിട്ടുള്ള പരാതികൾ കോടതിയിൽ നിലനിൽക്കുന്നു. ആ കോടതിയിൽ അല്ലെങ്കിൽ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ കോടതിയുടെ കൂടി നിർദ്ദേശപ്രകാരമുള്ള പുനരന്വേഷണത്തിൻ്റെ ഭാഗമായി തെളിവുകൾ കണ്ടെത്താനുള്ള പരിശ്രമമാണ് വിജിലൻസ് നടത്തുന്നത്. അതിനെ തടസ്സപ്പെടുത്തണോ? ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഗവൺമെൻറ് ഇടപെട്ട് UDF ചെയ്തതുപോലെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കണം. അതാണ് അവരർത്ഥം. അങ്ങനെയാണെങ്കിൽ അത് പറയണം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് അത് പറയണം. കാരണം ഇവർ ഭരിച്ചിരുന്നു, നടന്നു. ഹൈക്കോടതി വിജിലൻസ് ഡയറക്ടർക്കെതിരെ രൂക്ഷമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. വിജിലൻസ് ഡയറക്ടർ അന്വേഷണ ഉദ്യോഗസ്ഥൻ തയ്യാറാക്കിക്കൊണ്ടുവരുന്ന രേഖകൾ വെട്ടിത്തിരുത്തരുതെന്ന് പറഞ്ഞു. വിൻസൻ പോളിനെതിരെ അദ്ദേഹം ലീവെടുത്ത് പോകേണ്ടി വന്നു. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്ന ആൾക്കാർ, അത് ഉമ്മൻചാണ്ടി പറഞ്ഞാലും ശരി തന്നെ, മറ്റൊരാൾ പറഞ്ഞാലും ശരി തന്നെ, അവർ പറയണം എന്താണ് ഈ ഗവൺമെൻറ് ചെയ്യേണ്ടത്. വിജിലൻസിനെ തടസ്സപ്പെടുത്തണോ? ആ ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തണോ? നിങ്ങൾ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യാതിരിക്കണമോ? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഒരു നിലപാട് സ്വീകരിക്കേണ്ടതായി വരേണ്ടത്. 2, ഇത് ഇപ്പോഴുണ്ടായ പ്രശ്നം മാത്രമല്ല. ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ ഉണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KPCCയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു കെ ബാബുവിന് സീറ്റ് കൊടുക്കാൻ പാടില്ല. അത് ശരിവെച്ചുകൊണ്ട്, ഇതിപ്പോൾ വാർത്തയിൽ കണ്ട കാര്യം മാത്രമല്ല, ശരിവെച്ചുകൊണ്ട് കെ ബാബു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം പറഞ്ഞു ഞാൻ അഴിമതിക്കാരനാണെന്നുള്ള തരത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തിന്റെ പ്രചരണം വന്നു. രാജിക്കത്ത് നൽകിയോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടിക്ക് നൽകേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതിനകത്ത് ബാറുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നിട്ടുണ്ടെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. 20 കോടി പിടിച്ചതിൻ്റെ തെളിവുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങോട്ട് പോയി? ബിയർ വൈൻ പാർലറുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 4 നമ്മളെ ബീവറേജ് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടിയതാ ബാറുകളോട് ചേർന്ന് നിൽക്കുന്ന ബീവറേജ് ഔട്ട്ലെറ്റുകൾ. ഇവർ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത പ്രപ്പോസലിലുള്ള 4 ഔട്ട്ലെറ്റുകളെ മാറ്റി. എന്നിട്ട് കെ ബാബു സ്വന്തം നിലയ്ക്ക് 4 പേരെ ഉൾപ്പെടുത്തി. ബിയർ വൈൻ പാർലർ അനുവദിച്ചുമായി ബന്ധപ്പെട്ട് ഒരേ സമയത്ത് കിട്ടിയ ആപ്ലിക്കേഷൻ ഇന്ന് കിട്ടുന്നപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഒന്നിന് അപ്പം തന്നെ ഓർഡർ കൊടുക്കുകയാണ്, ഒന്നിന് 3 മാസം വരെ വൈകിച്ചു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്. അതാണ് ശ്രീ റജി ലൂക്കോസ്, കേന്ദ്ര വിജിലൻസിന്റെ ഒരു സർക്കുലർ ഉണ്ട് 6/2012. അത് പ്രകാരം ഇത്തരത്തിൽ തെളിവുകൾ അട്ടിമറിക്കാൻ പ്രാപ്തമായ ഒരാളാണ് പ്രതിയെങ്കിൽ അല്ലെങ്കിൽ കുറ്റാരോപിതനെങ്കിൽ തീർച്ചയായും വലിയ മൂവ്മെന്റുകൾ നടത്താനാകും, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനാകും. ഇങ്ങനെ ഒരുപാട് സർക്കുലർ ഉണ്ട്. പക്ഷേ രാഷ്ട്രീയമായ ഒരു സമീപനവും വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നാം കാണുന്നില്ല, നിഷ്പക്ഷമായ നിരീക്ഷണത്തിൽ. പക്ഷേ ഇവിടെ നടക്കുന്നത് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് ബാബുവിനെ കോൺഗ്രസിലെ ഭൂരിഭാഗം ഗ്രൂപ്പുകളും, ഐ ഗ്രൂപ്പ്, ചെന്നിത്തല മൗനത്തോടു കൂടിയാണ്, അഴകുഴമ്പൻ നിലപാടോടുകൂടിയാണ് അതിനെ പ്രതികരിച്ചത്. മറിച്ച് സുധീരനാകട്ടെ തീർത്തും മൗനം പാലിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടി ഒഴികെ, PS സലീം പോലെയുള്ള ചില ഒറ്റപ്പെട്ട നേതാക്കൾ, ഹസൻ ഒഴികെ ആരും പിന്തുണയ്ക്കുന്നില്ല. എങ്ങനെ കാണാം ഇതിനെ?
ഞാനിതിനെ കാണുന്നത് ഇന്ന് കെ ബാബു എന്ന് പറയുന്ന മുൻ മന്ത്രിയെ പിന്തുണച്ചു കൊണ്ടുവരുന്ന ഏതെങ്കിലും അപൂർവം ചില കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അവരെ കേരളത്തിലെ ജനങ്ങൾ ഈ ബാബുവിനോടൊപ്പം തന്നെ കാണുമെന്നുള്ളതാണ് ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ. തന്നെയുമല്ല, ഇപ്പോൾ അജിംഷാദ് പറഞ്ഞ പോലെ തന്നെ 5/2012 എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് സർക്കുലർ ബിനാമി വിരുദ്ധ നിയമമാണ്. ഈ സർക്കുലർ പ്രകാരം ഈ ബിനാമി ആയിട്ട് ആരെക്കൊണ്ടെങ്കിലും വസ്തുവോ അല്ലെങ്കിൽ സമ്പത്തോ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ വ്യക്തിക്ക് 1 വർഷത്തെ തടവും 20% ഈ ബിനാമി വസ്തുക്കളും ഗവൺമെന്റിന് കണ്ടുകെട്ടാമെന്നും ഈ ബിനാമിക്ക് 5 വർഷത്തെ തടവും മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടാവുന്ന ഒരു നിയമമുണ്ട്. അത് തന്നെയുമല്ല, ഈ ബിനാമിയും ബിനാമിയായി സ്ഥലം വാങ്ങിപ്പിച്ചയാളും ഇതിനുള്ള രേഖകളോ ഇതിനുള്ള തെളിവുകളോ നശിപ്പിക്കുമെന്ന് സംശയമുണ്ടെങ്കിൽ നോൺ ബെയിലബിൾ ആയിട്ട് അറസ്റ്റ് ചെയ്യാമെന്നും ആ നിയമത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കെ ബാബു എന്ന കേരളം ഭയത്തോടെ വീക്ഷിക്കുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണമായി 2G സ്പെക്ട്രത്തിന് സമാനമായി ഈ കൊച്ചു സംസ്ഥാനത്തെ ജനങ്ങളുടെ നികുതി പണത്തെ, കോടിക്കണക്കിന് നികുതി പണത്തെ കട്ടുമുടിച്ചു എന്ന ആരോപണം തൻ്റെ നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടുന്ന ഘട്ടത്തിൽ ഈ ബാബുവിന്റെ പേരിലായിരിക്കും ഈ നിയമം ഇവിടെ കേരളത്തിൽ ആദ്യം ചുമത്താൻ പോണെന്നാണ്. അതാണ് തീർച്ചയായും ശ്രീ ജെ അജിത് കുമാർ ഇതിന് സമാനമായ ഒരു സാഹചര്യവും കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ല. ഒരു പക്ഷേ അഴിമതിയുടെ കഥകൾ ഉണ്ടായിട്ടുണ്ട്, പല വിധത്തിലും നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബാബു എന്ന ഒരു മുൻ മന്ത്രിയെ, കോൺഗ്രസിൻ്റെ നേതാവിനെ കോൺഗ്രസ് തന്നെ തള്ളുകയാണ്. യുവ നേതാക്കന്മാരായ മാത്യു കുഴൽനാടൻ, BRM ഷഫീറൊക്കെ പരസ്യമായി രംഗത്തെത്തി. MM ഹസൻ പരസ്യമായി രംഗത്തെത്തി സുധീരനെതിരെ പറയുന്നു. സുധീരൻ അപ്പോഴും മൗനം. ഇങ്ങനെ വലിയ രാഷ്ട്രീയ ദിശാസന്ധിയിലൂടെ കേരള രാഷ്ട്രീയം കടന്നു പോകുന്നു. ഒന്ന്, പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് വേണ്ടിയോ ഒരു രൂപ മാറ്റിവെക്കാത്ത ബാബുവിന് എങ്ങനെ 121 ഏക്കർ തേനിയിലുണ്ടായി? കോൺഗ്രസിനുള്ളിൽ ബാബുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട എന്ന നീക്കം ബോധപൂർവം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. ശ്രീ അജിംഷാദ്, ഞാൻ ഒരു കാര്യം നേരത്തെ തുടക്കത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റാതെ എന്നോട് ക്ഷമിക്കുക. ശ്രീ റജി പറഞ്ഞത് കേട്ടു. അപ്പോൾ പക്ഷേ അതിപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ കുംഭകോണം എന്നൊന്നും നമ്മളിതിനെ വ്യാഖ്യാനിക്കാറായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വിജിലൻസിൻ്റെ FIR ഒക്കെ ഫയൽ ചെയ്യുമ്പോഴേ ചിത്രത്തിൻ്റെ വ്യക്തത നമുക്ക് കൂടുതലായിട്ട് കിട്ടത്തുള്ളല്ലോ. കുറ്റപത്രമൊക്കെ സമർപ്പിച്ച് കഴിയുമ്പോൾ കുറ്റത്തിൻ്റെ അല്ല, ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ബോധ്യം വരത്തുള്ളൂ. മറ്റേ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആണ്, മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണോ കണ്ടത്? അതിലും വളരെ ഡീപ്പായിട്ട് ആഴത്തിലേക്ക് വലിയ മഞ്ഞുമല തന്നെ വെള്ളത്തിൻ്റെ അടിത്തട്ടിലുണ്ടോ എന്നൊക്കെ അതിന് ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കണം. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കേരളത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്ന എല്ലാ കാലത്തും നമ്മൾ ഒരു സെക്യുലർ മനസ്സ് ആണ് കേരളത്തിൽ. ഒരു മതേതരമായിട്ട് ചിന്തിക്കുന്നവരാണല്ലോ കേരള ജനത. ഏറ്റവും വലിയ ഇത്രയും കാലമായിട്ട് നമ്മുടെ ചരിത്രം അതാണ്, നമ്മുടെ വലിയ ഭാഗ്യവശാൽ. അതുപോലെ അഴിമതിയോടും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ മനസ്സുള്ളവരല്ല മലയാളികൾ. അപ്പം ഇങ്ങനെ ഒരു അഴിമതി കഥ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ന്യായീകരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് സ്വാഭാവികമായിട്ടും അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്നുള്ള രീതിയിൽ പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യത്തിൽ അവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഏകാഭിപ്രായമുള്ളത്, പുതിയ സർക്കാർ വന്ന് 100 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടി മുൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അവർ വിമർശിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. അതിനെതിരായിട്ടുള്ള ഒരു വലിയ ഒരു പ്രതികാര മനസ്സ്. ശ്രീ അജിത് സാർ, അതെന്തുകൊണ്ട് പ്രതിഫലിച്ചില്ല? ഇന്ന് UDF യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കണ്ടേ? അങ്ങനെ പറയണ്ടേ? KPCC അധ്യക്ഷൻ അധ്യക്ഷനല്ലേ പാർട്ടിയുടെ ഏറ്റവും വലിയ തലമുതിർന്ന മുഖം സംസ്ഥാനത്ത്? എന്തുകൊണ്ട് പറഞ്ഞില്ല? ഉമ്മൻചാണ്ടിയും ഹസനും ഒക്കെ പറഞ്ഞിട്ട് പോലും അതിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്നു. ബാബുവിനെ പോലെ ഒരു പ്രമുഖ നേതാവിൻ്റെ കാര്യത്തിലാണ് KPCC ഈ നിലപാടെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അന്തർധാര എത്ര കണ്ട് ശക്തമാണ്? കണ്ടന്റ് ഉണ്ട് വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ എന്ന് സൂചിപ്പിക്കുന്ന വർത്തമാനം പോലും സുധീരൻ UDF യോഗത്തിൽ പറഞ്ഞു അത്രേ. ഘടകകക്ഷികളും കൈയൊഴിഞ്ഞു. അല്ല, ഇതിപ്പോൾ UDF യോഗത്തിൽ നടന്ന രഹസ്യമായ ചർച്ചയെക്കുറിച്ച് നമുക്ക് പരസ്യമായിട്ടൊന്നും നമുക്ക് ചർച്ച ചെയ്യാൻ ഒരുപക്ഷെ നമുക്ക് പരിമിതികളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഇങ്ങനെയുള്ള അഴിമതി ആരോപണങ്ങളെ ഒരു പാർട്ടിയും ഒരു മുന്നണിയും വെച്ച് വെറുപ്പിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുക. എന്നാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ മനസ്സ് ഈ അഴിമതി വെച്ച് ഉറപ്പിക്കുന്ന മനസ്സല്ല. നമ്മൾ ഹരിയാനയോ അല്ലെങ്കിൽ VD സതീശനും പറഞ്ഞത് നമ്മൾ UP യോ ബീഹാറോ ഛത്തീസ്ഗഡും ഹരിയാനയോ ഒന്നുമല്ല. അല്ല ശ്രീ അജിത് കുമാർ, നമുക്ക് വിലയിരുത്തേണ്ടത് താങ്കൾ ഇപ്പോൾ പറഞ്ഞ അഭിപ്രായം VD സതീശനും പറഞ്ഞു. ഇത്തരത്തിൽ അഴിമതിയെ വെച്ച് പൊറപ്പിക്കുന്ന ഒരു മനസ്സല്ല കേരളത്തിൽ രൂപപ്പെട്ടതെന്ന്. ബാബുവിൻ്റെ വിഷയത്തിൽ രാഷ്ട്രീയമായ പിന്തുണ ഇല്ലാതിരിക്കെ ഉമ്മൻചാണ്ടി പോലും നിയമപരമായ
ഫൈറ്റ് മാത്രമാണ് ഈ വിഷയത്തിൽ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞിരിക്കെ ഉള്ള സംഭവ വികാസങ്ങളുടെ ആകത്തുക എങ്ങനെ കൂട്ടി വായിക്കണം? അല്ല, അത് തീർച്ചയായിട്ടും ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്ഥിരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊട്ടേഷൻ ഉണ്ടല്ലോ, നിയമം അതിൻ്റെ വഴിക്ക് പോകും എന്ന് പറയും. നിയമം അതിൻ്റെ വഴിക്ക് പോകണം, നിയമം അതിൻ്റെ വഴിക്ക് പോയേ തീരൂ, പോകട്ടെ. അപ്പോൾ ഈ നിയമം ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് അതുപോലെ വേറൊരു വാചകം ശ്രീ ബാബുവിൻ്റെ അതിനെ കോട്ട് ചെയ്യാനുണ്ട്. ഈ ബാർക്കോഴ കേസ് തുടങ്ങി വന്ന കാലത്ത് റജി നമ്മൾ ശ്രീ റജിയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഉപ്പ് തിന്നുന്ന വെള്ളം കുടിക്കും എന്ന് ശ്രീ ബാബു ഒരു ഡയലോഗ് അടിച്ചിരുന്നു, നമുക്കത് മറക്കാറായിട്ടില്ല. അങ്ങനെ ശ്രീ കെ ബാബു ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കേണ്ട സമയം വരുന്നു. അതിപ്പോൾ അത് നമുക്ക് തടയാൻ കഴിയില്ല, അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. നീതി നിർവഹണ സംവിധാനത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം വിചാരിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം നമ്മൾ വിശ്വസിക്കുന്നു. അതിനെ ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല. ഇതിനകത്ത് രാഷ്ട്രീയമേ കാണേണ്ടതില്ല. ശ്രീ അജിം ഞാൻ പറയട്ടെ എന്ന് പറയും. ഇപ്പോൾ ശ്രീ സുധീരൻ്റെ ഒരു നിലപാടെടുത്തോ, ശ്രീ സുധീരൻ എല്ലാ കാലത്തും വ്യത്യസ്ത നിലപാടിലായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾഡ് സ്റ്റാൻഡെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ഒരു നിലപാട് എന്ന് തന്നെയല്ല ശ്രീ ബാബുവിനെ വീണ്ടും തൃപ്പൂണിത്തുറയിൽ മത്സരിപ്പിക്കുന്നതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ പക്ഷേ മത്സരിച്ചപ്പോൾ അതിന് പക്ഷേ ഒരു വൈരുദ്ധ്യമില്ലേ? നോക്കൂ, രാജിവെക്കുന്നു, രാജിക്കത്ത് പോക്കറ്റിലിട്ട് ഉമ്മൻചാണ്ടി നടന്ന സംഭവങ്ങളെന്നൊക്കെ മാധ്യമങ്ങൾ എഴുതിയ വിഷയം. രാജിയുടെ കാര്യം പാർട്ടിയെ അറിയിച്ചോ, പാർട്ടി അധ്യക്ഷനെ അറിയിച്ചോ എന്ന് ബാബുവിനോട് ചോദിച്ചപ്പോൾ ബാബു പറഞ്ഞത് ഈ രാജിക്കാര്യം പാർട്ടി അധ്യക്ഷനോട് പറയേണ്ടതില്ല എന്നാണ്. അങ്ങനെയുള്ള ബാബുവിന് എങ്ങനെയാണ് ധാർമ്മികമായി KPCC പിന്തുണ കൊടുക്കേണ്ടത്? അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ഒരു മന്ത്രിസഭയിലെ തൻ്റെ സഹപ്രവർത്തകർ ആരാണെന്ന് തീരുമാനിക്കാനുള്ള പ്രിറോഗേറ്റീവ് നമ്മൾ സ്ഥിരം പറയുന്നൊരു വാചകമുണ്ടല്ലോ. അതിൻ്റെ ആ ഒരു വിവേചന അധികാരം ഉപയോഗിക്കാൻ മുഖ്യമന്ത്രിമാർക്ക്, പ്രധാനമന്ത്രിക്കും സംസ്ഥാന മുഖ്യമന്ത്രിക്കും ആ ഒരു വിവേചന അധികാരമുണ്ട്. അത് ഉപയോഗിച്ചപ്പോൾ തീർച്ചയായിട്ടും രാജി കൊടുക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്കാണ് രാജി കൊടുക്കേണ്ടത്. അത് അദ്ദേഹം ചെയ്തു. പിന്നെ ഒരാഴ്ചക്കാലം രാജിക്കത്ത്. അപ്പോൾ അന്ന് ഈ സിറ്റുവേഷൻ അല്ല ശ്രീ ഞാൻ അതുകൊണ്ട് നമ്മൾ ഓർക്കണം. അന്ന് ശ്രീ ബാബുവിനെതിരായിട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ പുകമറ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് വ്യക്തമായ ആരോപണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകളോ ഒന്നും ഒരു അന്വേഷണ ഏജൻസിയും ശേഖരിക്കുകയുണ്ടായില്ല. തന്നെയല്ല ഒരു 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 ചാർജ് ഷീറ്റ് പോലും അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായില്ല. ഒരു FIR ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും ഒരു മന്ത്രി രാജിവെക്കേണ്ട സ്ഥിതിയൊന്നുമില്ല. പിന്നെ എത്ര ഈ പറഞ്ഞ പോലെ ട്രെയിൻ മറിഞ്ഞാൽ ഒരു ട്രെയിൻ പാളം തെറ്റിയാൽ രാജിവെക്കുന്ന റെയിൽവേ മന്ത്രിമാരുടെയൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. അപ്പോൾ ആ നൂറ്റാണ്ടിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ശ്രീ P. ബിജു, വൈര്യനിരാധന ബുദ്ധിയോടുകൂടി നിങ്ങൾ പെരുമാറി. ഈ ഒരു വാക്ക് കോൺഗ്രസിൻ്റെ ഉള്ളിൽ അത്തരത്തിലൊരു അഭിപ്രായമുണ്ട് എന്നാണ് അജിത് കുമാർ വിലയിരുത്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കാരണം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള കേസല്ല ഇത് 2014 എന്നാണോ ബാർ നയം തീരുമാനിച്ചത് അന്നു മുതൽ കേരളത്തിലെ ജനങ്ങളുടെ മുണ്ട് ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ബാർ പൂട്ടലുമായി ബന്ധപ്പെട്ട്, തുറക്കലുമായി ബന്ധപ്പെട്ട്, ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട്, ലൈസൻസ് ഫീസ് കുറച്ചതുമായി ബന്ധപ്പെട്ട്, 20 കോടി പിരിച്ചതുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ നിരവധിയായിട്ടുള്ള കേസുകളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിവിധ കേസുകൾ കേരളത്തിൻ്റെ വിവിധ കോടതികളിൽ നിലനിൽക്കുന്നു. ഇപ്പോൾ കെ ബാബുവിനെതിരെ തന്നെ തൃശ്ശൂർ വിജിലൻസ് കോടതി FIR ഇടാൻ പറഞ്ഞതാണ്. ആ FIR ഇടാൻ പറഞ്ഞ് FIR ഇട്ട് അന്വേഷിക്കാൻ പറഞ്ഞപ്പോഴാണ് രാജിവെക്കുമെന്നുള്ള സ്ഥിതിവിശേഷം ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി 2 ദിവസം ഈ കത്തും പോക്കറ്റ് ഇട്ടിട്ട് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചത്. ഇപ്പോൾ നടക്കുന്നത് കേസുകൾ എന്താ? ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഓരോ പരാതികൾ കോടതിയിൽ വന്നു. കോടതി നിരീക്ഷണത്തിലാണ് ഈ ഓരോ കേസുകളും നടക്കുന്നത്. കോടതി നിരീക്ഷണത്തിൽ ആദ്യം പ്രാഥമിക അന്വേഷണം നടത്തണം. പ്രാഥമിക അന്വേഷണത്തിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രമേ FIR ഇടാൻ പറ്റൂ. അതിനകത്ത് സുപ്രീം കോടതി വിധിയുണ്ട്. ഓരോ സമയത്തും കോടതിയിൽ രേഖ ഹാജരാക്കണം. ഇപ്പോൾ മൂവാറ്റുപുഴ കോടതിയിൽ രേഖകൾ ഹാജരാക്കിയതിന് ശേഷമാണ് സെർച്ച് വാറണ്ട് വാങ്ങിയത്. വിജിലൻസ് സ്വന്തം നിലയിൽ പോയതല്ല, സെർച്ച് വാറണ്ട് വാങ്ങി പോകുന്നു. കോടതിയുടെ എല്ലാ കേസും അങ്ങനെയാണ്. ഇപ്പോൾ KM മാണിക്കെതിരെ ഇന്നിപ്പോൾ 2 കേസ് രജിസ്റ്റർ ചെയ്യാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നു. ഇടപെട്ടോട്ടെ ശ്രീ ബിജു. ഇപ്പോൾ ഒരു വീട്ടിൽ വന്ന് നോക്ക് ചെയ്ത് വെല്ലടിച്ചോ അല്ലെങ്കിൽ വന്ന് പോലീസ് ജീപ്പിൽ വന്ന് ആരെങ്കിലും വന്ന് അങ്ങനെ ഒരു പൗരൻ്റെ സ്വകാര്യത ലംഘിക്കാൻ ആർക്കും അവകാശമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമം അറിയാത്തവർ ചോദിക്കും വാറണ്ട് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കില്ലേ? വാറണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞ് പോലീസിനെ അവിടെ തടയാം. സ്വാഭാവികമായിട്ടും കോടതിയിൽ നിന്ന് വാറണ്ട് കിട്ടിയോണ്ട് റെയ്ഡ് നടത്തി എന്നുള്ളതൊന്നും ന്യായീകരണമല്ല, അത് നിയമത്തിന്റെ വഴിയാണ്. വളരെ വ്യക്തമാണ് അതിനകത്ത്. അത് അങ്ങനെയൊന്നും അല്ല. അതുപോലെയല്ല സെർച്ച് വാറണ്ട്. എല്ലാ രേഖകളും വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം UDF എടുത്ത സമീപനം എന്താ? ഈ കേസ് അന്നേ ഉണ്ട്. ഈ പറയുന്ന കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ കേസുകൾ കൂടെ വന്നിട്ടുണ്ടാവും. ഒരു ബാർ കോഴയുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ നിരവധിയായിട്ടുള്ള കേസുകൾ, പരാതികൾ കോടതികളുടെ മുമ്പിലുണ്ട്. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ മറ്റ് കോടതികളിൽ കേസ് കൈകാര്യം ചെയ്യും പോലെ അല്ല. ഇവിടെ വിജിലൻസ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കണം. ഓരോ ഘട്ടത്തിലും ഹാജരാക്കണം. ആ ഘട്ടത്തിൽ ഹാജരാക്കിയതിന് ശേഷമാണ് കോടതിയുടെ കൂടി അഭിപ്രായം ശേഖരിച്ചതിന് ശേഷമാണ്
ഏതാ സെർച്ച് വാറണ്ട് കിട്ടുന്നത്. ചുമ്മാ കൊടുക്കില്ല, ചുമ്മാ എഫ്ഐആർ ഇടാൻ പറ്റില്ല. കാരണം ഇതിനൊക്കെ സുപ്രീം കോടതി ഡയറക്ഷൻ ഉണ്ട്, വെറുതെ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഈ ഗവൺമെൻറ് സുവമോട്ടോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ ഒരു കേസും എടുത്തിട്ടില്ല. വിജിലൻസ് സുവമോട്ടോ ആയിട്ട് ഒരു കേസും എടുത്തിട്ടില്ല. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി എന്ന നിലയ്ക്ക് 2014 ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രിയും കെ ബാബു എക്സൈസ് മന്ത്രിയുമായിരിക്കുമ്പോൾ ഇവിടെ നടപ്പിലാക്കിയ ഒരു നയവുമായി ബന്ധപ്പെട്ട്, ആ നയത്തിൻ്റെ ഭാഗമുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പരാതികൾ കോടതിയിൽ നിലനിൽക്കുന്നു. ആ കോടതിയിൽ നിലനിൽക്കുന്ന കേസിൻ്റെ ഭാഗമായി, കോടതിയുടെ കൂടി ഡയറക്ഷൻ്റെ ഭാഗമായി, അല്ല സർക്കാരല്ല, കോടതിയുടെ കൂടെ ഡയറക്ഷന്റെ ഭാഗമായിട്ടാണ് ഓരോ കേസും നടക്കുന്നത്, ഓരോ അന്വേഷണം നടക്കുന്നത്. ഈ തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നടക്കുന്ന അന്വേഷണത്തിന് KPCC പ്രസിഡന്റിന്റെ അംഗീകാരം ഉണ്ടോ? തീർച്ചയായും അംഗീകാരം KPCC പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് വേണം ഇതുവരെയുള്ള സംഭവവികാസങ്ങളെ ക്രോഡീകരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനുള്ളിൽ ബാബുവിന്റെ ഭാവി എന്ത്? ബാബുവിനെ അനുകൂലിക്കുന്നവർക്കോ പ്രതികൂലിക്കുന്നവർക്കോ കോൺഗ്രസിൽ അപ്രമാദിത്വം ലഭിക്കുക? തീർച്ചയായും ചർച്ച പുരോഗമിക്കുമ്പോൾ ശ്രീ റജി ലൂക്കോസ്, നമ്മൾ തുടങ്ങി വെച്ചത് ഒരു പക്ഷേ ഇത്തരത്തിലൊരു നിലപാട് UDF യോഗത്തിൽ ഉരുത്തിരിയുന്നു. KPCC അധ്യക്ഷന് പിന്തുണയുമായി നിരവധി കോൺഗ്രസിന്റെ കോണുകൾ ശബ്ദിച്ചു തുടങ്ങി. VD സതീശൻ പോലും ഇത്തരത്തിൽ വിജിലൻസിന്റെ അന്വേഷണത്തിന് ശരിവെക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇൻഡയറക്റ്റ് അമ്പെയ്യുന്നു. ഈ ഘട്ടത്തിൽ ഇനി കോൺഗ്രസിൽ ബാബുവിന്റെ ഭാവി എന്ത്? ബാബുവിന്റെ ഭാവി കോൺഗ്രസിൽ തികച്ചും അപകടകരമാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തരായ വക്താക്കളിൽ രണ്ട് യുവ നേതാക്കളാണ് BRM ഷഫീറും ബാബു കുഴൽനാടും. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബിജുവിനെ പോലെ അവർ യൂത്ത് കോൺഗ്രസ് പുറത്താക്കിയിരിക്കുന്നു. എനിക്ക് ആ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന് ഈ കുംഭകോണക്കാരനെ ചുമക്കുക എന്ന് പറയുന്നൊരു ബാധ്യതയായിരിക്കും. അത് കേരളത്തിലെ ജനങ്ങളോടുള്ള അവഹേളനമായിരിക്കും. എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ള സമയം തരണം. പരിണിതപ്രജ്ഞനും കേരളം ആദരിക്കുന്ന ആദർശ ധീരതയുടെ അവസാനത്തെ കണ്ണികളിൽ ഒരാളായ ചെറിയാമ്പലിപ്പ് ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഫേസ്ബുക്കിൽ. അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരക്കാരെ സമൂഹം ബഹിഷ്കരിക്കണം, വിവാഹ പോലുള്ള ആഘോഷങ്ങളിൽ പോലും ഇവരെ പങ്കെടുപ്പിക്കരുത്, വിജിലൻസ് കോടതികൾ ജില്ലകൾ തോറും തുടങ്ങി ഇത്തരക്കാരെ ജയിലിലേക്ക് അടക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബാബു എന്ന് പറയുന്ന എക്സൈസ് മന്ത്രിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ഈ മദ്യം പർച്ചേസ് ചെയ്യുന്ന 1% പണം അത് സത്യമാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1000 മുകളിൽ കോടി രൂപ വരും. അപ്പൊ ഈ പണമൊക്കെ എങ്ങോട്ട് പോയി? കുംഭകോണത്തിന്റെ ചരിത്രം എടുക്കുവാണെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ കഥകളാണ് ഇനി കേരളം അടുത്ത ദിവസങ്ങൾ കേൾക്കാൻ പോകുന്നത്. 200 പവന്റെ ആഭരണമാണ് ഈ മനുഷ്യന്റെ രണ്ടാമത്തെ മകൾക്ക് സ്ത്രീധനമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മരുമകന് കൊടക എന്ന് പറയുന്ന കർണാടകത്തിലെ ജില്ലയിൽ 100 കണക്കിന് ഏക്കർ സ്ഥലമുള്ളതായിട്ട് വിജിലൻസ് കണ്ടെത്തിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. അവരതിന്റെ രേഖകൾ പരിശോധിക്കുകയാണ്. അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിലെ നികുതിദായകരായ ഈ നാട്ടിലെ ജനങ്ങളുടെ പണത്തിനെ കൊള്ളയടിച്ച രാഷ്ട്രീയം ഒരു ഭീകരമായ കച്ചവടമാക്കി മാറ്റിയ ബാബുവിനെ കേന്ദ്രത്തിലെ ബിനാമി ഭേദഗതി നിയമപ്രകാരം അറസ്റ്റിന്റെ വക്കിലാണെന്ന് കേരളത്തിലെ ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഒരു കാര്യം കൂടെ, ഗുജറാത്തിൽ ഇതുപോലൊരു മന്ത്രി അറസ്റ്റിന്റെ വക്കിലാണ്. അയാൾ അവിടുത്തെ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിച്ചു, മുൻകൂർ ജാമ്യത്തിന്. ഹൈക്കോടതി ആ ജാമ്യം തള്ളി. അയാളെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാം. കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നിയമത്തിന്റെ വഴിയെ പോകുമെന്ന് ഉമ്മൻചാണ്ടി ആവർത്തിക്കുന്നത് ഇവിടെ നടപ്പിലാക്കാൻ പോവുകയാണ്. ആർജവമുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് ഈ ഭീകര കൊള്ളയടിക്കാരെ അഴികൾ എണ്ണിക്കുന്നും അതിനായി കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുമാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ശ്രീ ജെ അജിത് കുമാർ, അതായത് ഒന്ന്, ബാബുവിനെ അനുകൂലിക്കുന്നവർക്കാകുമോ പ്രതികൂലിക്കുന്നവർക്കാകുമോ കോൺഗ്രസിനുള്ളിൽ ഇനി തുടർന്ന് നിൽക്കാനാവുക? അല്ലെങ്കിൽ ആരുടെ വാദമാകും ജയിക്കുക? സുധീരൻ്റെ ഇപ്പോഴത്തെ നിലപാട് വിജിലൻസുള്ള ഏറ്റവും വലിയ അംഗീകാരമല്ലേ? ഒപ്പം അതിന് അനുവദിച്ച സർക്കാരിന് ഇതിനകത്ത് കോൺഗ്രസിൽ ശ്രീ ബാബുവിൻ്റെ ഭാവി എന്തായിരിക്കും, അല്ലെങ്കിൽ ശ്രീ ബാബുവിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പം ചർച്ച ചെയ്യേണ്ട. കോൺഗ്രസ് ബാബുവിനെ തള്ളുമോ കൊള്ളുമോ? ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു രാഷ്ട്രീയ ഭാവിയൊന്നും ശ്രീ ബാബു അല്ലല്ല, അത് ഇനി ഒരു രാഷ്ട്രീയ ഭാവി ഇല്ലാന്നങ്ങ് തീരുമാനിക്കുക. അപ്പോൾ പിന്നെ ചർച്ച ചെയ്യണ്ടല്ലോ. ഞാൻ എൻ്റെ ഉത്തരം വ്യക്തമല്ലേ? ഈ ശ്രീ കെ ബാബുവിന് ഇനി ഒരു തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിലുള്ള ബാല്യമോ അതിനിടയ്ക്ക് തൻ്റെ അല്ല ശ്രീ റജി, ഈ പറഞ്ഞ കേസും കൂട്ടമൊക്കെ ആയിട്ട് എത്രയോ കാലമെടുക്കും ഇതിൽ നിന്ന് അത് മോചിതനായി പുറത്തു വരാൻ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ഒരു ഇലക്ഷനോ, അത് തൃപ്പൂണിത്തറയായാലും അങ്കമാലി ആയാലും എവിടെയായാലും ഇനി ഇലക്ഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധ്യതയൊന്നും അദ്ദേഹത്തിന് മുന്നിലില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയം ചർച്ച ചെയ്യേണ്ട പ്രസക്തി പോലും ഇല്ലിപ്പം.
പക്ഷേ കോൺഗ്രസിനകത്ത് ഇദ്ദേഹത്തിനോടൊപ്പം ആരുണ്ടാകും? എന്താണ് ഇപ്പോൾ കോൺഗ്രസിൽ എല്ലാ കാലത്തും ഗ്രൂപ്പുകളുണ്ട്, നമുക്കറിയാം. ഗ്രൂപ്പുകളാണ് കോൺഗ്രസിന് ശക്തി എന്നൊക്കെയുള്ള വാദമുണ്ട്. അത് തെറ്റും ശരിയായിട്ട് കാലം തെളിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ വളരെ ഗൗരവതരമായ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയരായി നിൽക്കുന്ന നേതാക്കന്മാരെ ഗ്രൂപ്പുകൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരായാലും അത് അനുകൂലിക്കാൻ അധികം പേരുണ്ടാവില്ല. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വന്നാൽ പാർട്ടിയുടെ സാങ്കത്യം പോലും ചോദിച്ചപ്പെടുകയാണ്. പാർട്ടിയുടെ സത്യസന്ധതയും പാർട്ടിയുടെ ഈ പറഞ്ഞ പോലുള്ള ജനങ്ങളോടുള്ള പ്രതിബദ്ധതയൊക്കെ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ശ്രീ ബാബുവിനെ ഒരു പക്ഷേ പിന്നെ ഉള്ളിലെന്ത് വെച്ചിട്ടായാൽ പോലും ഈ പറഞ്ഞ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും അനുകൂലമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നല്ല, അല്ലാണ്ട് ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും പിന്തുണയ്ക്കും എന്ന് വിശ്വസിക്കാം ഇല്ല. അതായത് ബാബുവിന്റെ വിഷയത്തിൽ കോൺഗ്രസ് 2 തട്ടായി എന്നുള്ളത് അല്ല, കോൺഗ്രസിന് 2 തട്ടിൻ്റെ പ്രശ്നമില്ല. കോൺഗ്രസിന് ഈ പറഞ്ഞ അഴിമതിയെ വെച്ച് പൊറിപ്പിക്കുന്ന ഒരു സംവിധാനം കോൺഗ്രസിന് ഇല്ലല്ലോ, അത് അംഗീകരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ ആരോപണ വിധേയനായ ആള്, പക്ഷെ അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് അത് ബാധകമാകാത്തത് അതല്ല ഞാൻ പറയട്ടെ. ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പോൾ ഒരു FIR രജിസ്റ്റർ ചെയ്താൽ പോലും അദ്ദേഹം ഇപ്പോൾ ജനപ്രതിനിധി ആയിരുന്നെങ്കിൽ രാജിവെക്കണം എന്ന് നമ്മൾ ആരും ആവശ്യപ്പെടുമെന്ന് തോന്നുന്നില്ല. പിന്നെ രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഒരു പക്ഷേ അത് പറയാം, പ്രതിപക്ഷത്തിന് അത് പറയാം, അദ്ദേഹം അല്ലെങ്കിൽ എതിർപക്ഷത്തിന് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുകയാണല്ലോ അദ്ദേഹം. അതിൽ നിന്ന് പുറത്തു വരുന്നത് വരെ അദ്ദേഹത്തിനെ ന്യായീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഇനി അതാ ഞാൻ പറഞ്ഞത്, അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്കോ അല്ലെങ്കിൽ ഈ മറ്റൊരു അധികാര ലബ്ധിയിലേക്കോ ഒന്നും അദ്ദേഹത്തിന് പോകാനുള്ള സാധ്യത ഇമ്മീഡിയറ്റ് നമ്മൾ കാണുന്നില്ല. ശ്രീ പി ബിജു, എങ്ങുമില്ലാത്തതുപോലെ ഒരു ശ്വാസമുണ്ട് ശ്രീ അജിത് കുമാറിന് താങ്കൾക്ക് ഫീൽ ചെയ്തില്ലേ? തീർച്ചയായും. ഒരു കാര്യം, ഒറ്റ കാര്യം, കോൺഗ്രസിനുള്ളിൽ ഉള്ളിൽ നിന്ന് വലിയ പിന്തുണയാണ് സർക്കാരിന് ഈ വിഷയത്തിൽ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കെ ബാബുവിൽ ഒതുങ്ങുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. 12 UDF നേതാക്കന്മാർ അല്ലല്ല, ഞാൻ പറയുന്നത് ഈ ബാറുമായി ബന്ധപ്പെട്ട് കെ ബാബുവിന് മാത്രം നയം തീരുമാനിക്കാൻ പറ്റില്ല. അതുമായി ബന്ധപ്പെട്ട് പൂട്ടാൻ തീരുമാനിച്ചതിനകത്ത് പ്രശ്നങ്ങളുണ്ട്, തുറക്കാൻ തീരുമാനിച്ചതിനകത്ത് പ്രശ്നങ്ങളുണ്ട്, പിരിവ് നടത്തിയിട്ടുണ്ട്, 20 കോടി പിരിച്ചിട്ടുണ്ട്, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്. അപ്പോൾ ഈ നയം നടപ്പിലാക്കാൻ നേതൃത്വം കൊടുത്തവർ, അതിനുശേഷം ബിയർ വൈൻ പാർലറെ അനുവദിക്കാൻ നേതൃത്വം കൊടുത്തവർ, ഈ കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇപ്പോൾ കോടതി നിരീക്ഷണത്തോടു കൂടി അന്വേഷണം നടക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരും. ഇത് 2 പേരെ വന്നിട്ടുള്ളൂ. ഈ 2 പേരുടെ പേര് മാത്രമല്ല നിൽക്കുന്നത്. നിരവധിയായിട്ടുള്ള പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ 2014 മുതൽ നിൽക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേരിലുണ്ട്. അദ്ദേഹത്തിനെ പോയി കണ്ടു, അദ്ദേഹം പറഞ്ഞിട്ടാണ് കാശ് കൊടുത്തത്. ഞാൻ ഉണ്ടെന്ന് പറയുന്നത്, ഞാൻ കേസിൻ്റെ മെറിറ്റിലോട്ടല്ലേ പോകുന്നത്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം കേരളീയ സമൂഹത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം വിവിധ കോടതികളുടെ പരിഗണനയിൽ പരാതികളായി ഇരിപ്പുണ്ട്. അതെല്ലാം ഈ കേസ് അന്വേഷിക്കുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി വരും. ബാർ കേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കെ ബാബു മാത്രമല്ല, കെ മാണി മാത്രമല്ല, അതിനകത്ത് ഈ ഒരുപാട് കോടി രൂപയുടെ ഇതുണ്ടായിട്ടുണ്ട്, അഴിമതി ഉണ്ടായിട്ടുണ്ട്. ആ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ കോടതിയോടുകൂടി അനുമതിയോടുകൂടി സുതാര്യമായി നടന്നു പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പുറത്തു വരും. അത് വഴിയപ്പോഴത്തേക്ക് ഇതിനേക്കാൾ ദുർബലമായി കോൺഗ്രസ് മാറും. ഇത് മാത്രം ഇവിടെ നിൽക്കില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് നോക്കാം, KPCC അധ്യക്ഷന് ഇതിനേക്കാൾ സുവ്യക്തമായൊരു നിലപാട് എടുക്കാനാകുമോ? സർക്കാർ അനുവദിച്ച വിജിലൻസിന്റെ ഈ അന്വേഷണം ഒരുപക്ഷെ സർക്കാർ ഇടപെട്ടില്ലെങ്കിലും വിജിലൻസിന് കൃത്യമായി അന്വേഷിക്കാനുള്ള സാധ്യതകൾ തുറക്കുക. കഴിഞ്ഞ സർക്കാർ ചെയ്തില്ല എന്നാണല്ലോ ശ്രീ പി ബിജു പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ സർക്കാരിനുള്ള അല്ലെങ്കിൽ വിജിലൻസ് ചെയ്തികൾക്കുള്ള, സർക്കാരിനെ വിടൂ, വിജിലൻസ് ചെയ്തികൾക്കുള്ള വലിയ അംഗീകാരമല്ലേ സുധീരൻ്റെ ഭാഗത്തുണ്ടാകുന്നത്? അല്ല, അങ്ങനെയല്ലേ നിലപാട് സ്വീകരിക്കാൻ പറ്റൂ. കോമൺ സെൻസ് ഞാനതാ പറഞ്ഞത്. ഇവിടെ സർക്കാർ ഒരു അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടില്ല. വിജിലൻസ് സുഖമോട്ടോ ഒരു കേസും എടുത്തിട്ടില്ല. കോടതിയിൽ അന്വേഷണ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച് പ്രാഥമികമായി അതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ കേസെടുക്കാൻ പറ്റും. അതാണ് സുപ്രീം കോടതി വിധി. അതെല്ലാ പ്രോസസ്സും പൂർത്തീകരിച്ചു. ആ എല്ലാ പ്രോസസ്സും പൂർത്തീകരിച്ച് കോടതിയുടെ നിരീക്ഷണത്തോടു കൂടി ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിന് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുന്നത്? അതിന് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ കൂടി KPCC പ്രസിഡന്റ് കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. അന്വേഷണം നിർത്തണം. വിജിലൻസ് നിയമപരമായി പ്രവർത്തിക്കാൻ പാടില്ല. വിജിലൻസ് ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചിരുന്നപ്പോൾ വിജിലൻസ് എങ്ങനെ പ്രവർത്തിച്ചു ആ നിലയിൽ വിജിലൻസിനെ പ്രവർത്തിപ്പിച്ചോളണം. അതായത് ഭീഷണിപ്പെടുത്തണം, കള്ളക്കേസ് എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തണം, അവരെ അന്വേഷണം തടസ്സപ്പെടുത്തണം, അപ്പോഴപ്പോഴവരെ മാറ്റണം, അന്വേഷണ പുരോഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല, ഒരു 6 മാസം കഴിയുമ്പോൾ മാറ്റും. ഈ രൂപത്തിലേക്ക് വിജിലൻസിനെ ആക്കണമെന്ന് കൂടെ പറയേണ്ടി വരും. അല്ലെങ്കിൽ എന്തുകൊണ്ട് രാഷ്ട്രീയം ഇതിങ്ങനെ ചെറിയ രൂപത്തിലേ അവർക്ക് പറഞ്ഞു പോകാൻ പറ്റൂ? KPCC പ്രസിഡന്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നോ ആ രൂപത്തിൽ പറഞ്ഞാൽ
അതിനുശേഷമുള്ള കാര്യങ്ങൾക്ക് പുള്ളി മറുപടി പറയേണ്ടി വരും. ബാബുവിനെ മത്സരിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് എന്തിനെന്ന് മറുപടി പറയും. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം കോൺഗ്രസ് പറഞ്ഞില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. ആ ചോദ്യങ്ങൾ തീർച്ചയായും ശ്രീ ഉഴവൂർ വിജയൻ, താങ്കൾ കേൾക്കുന്നുണ്ടല്ലോ ഇതൊക്കെ. വളരെ ഗൗരവമായ ചില സാഹചര്യങ്ങളിലൂടെ കേരള രാഷ്ട്രീയം കടന്നു പോകുമ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയരുന്ന നിലപാടുകളിലെ എങ്ങനെയാണ് നാം കാണേണ്ടത്? 121 ഏക്കർ തേനിയിൽ മേടിച്ച ബാബു പാർട്ടിക്ക് വേണ്ടി നയാ പൈസ ഇറക്കില്ല. ഇതൊക്കെയാണ് കോൺഗ്രസ്സുകാരുടെ പരിഭവം. ബാബുവിനെ പൂർണ്ണമായും തള്ളി. വിജിലൻസ്, നിങ്ങളുടെ സർക്കാർ കൊണ്ടുവന്ന വിജിലൻസിന്റെ അന്വേഷണമൊക്കെ അത് അവിടെ നിൽക്കട്ടെ. ഈ വിജിലൻസ് കൂട്ടിലടച്ച തത്തയല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തത്തയെ ഞങ്ങൾ സ്വതന്ത്രമായി പറന്നു പോകാൻ അനുവദിച്ചിരിക്കുകയാണ്. ആ തത്ത ചെന്ന് ആരുടെ കാർഡാണോ പൊക്കിയെടുക്കുന്നത് അത് പൊക്കിയെടുത്തിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇപ്പൊ ബാബുവിന്റെ കാർഡ് ഈ തത്ത പൊക്കിയെടുത്തു. ഇനി അടുത്തതായിട്ട് ബെന്നി ബെഹനാന്റെ കാർഡ് എടുക്കും. പിന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള കാർഡും ഈ തത്ത പൊക്കിയെടുക്കാനാണ് സാധ്യത എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഏതായാലും വിജിലൻസ് ശ്രീ ജേക്കബ് തോമസിന്റെ നേതൃത്വത്തിൽ വളരെ നിഷ്പക്ഷമായ ഒരു അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതാരും ഉണ്ടാക്കിയതല്ലല്ലോ. ബാബുവിന്റെ നേതൃത്വത്തിനെ കുറിച്ച് ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് തൃപ്പൂണിത്തുറക്കാരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അറിഞ്ഞതുകൊണ്ടാണ് ബാബുവിന് ഇന്നിപ്പം ഈ ഗതികേട് ഉണ്ടാകേണ്ടതായി വന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞത് എന്താ? ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. ഇപ്പൊ ഉപ്പ് തിന്നുന്നവൻ ഉപ്പുവെള്ളം തന്നെ കുടിക്കേണ്ടതായ ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാല് ഇന്നിപ്പോ ആളുകളുടെ മുമ്പാകെ ഇത്രയേറെ അപഹാസ്യമായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം അത് മാണി സാറിനേക്കാൾ ഇപ്പൊ വഷളായത് കെ ബാബു ആണ് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് ശ്രീ ഉഴവൂർ. അതായത് ബിജു രമേശും പറഞ്ഞു, കോൺഗ്രസിന്റെ പരിപാടി തന്നെ ഇങ്ങനെ എന്തു കുഴപ്പമുണ്ടായാലും അതിനു വേണ്ടി ചാനലിൽ വന്ന് ചർച്ച നടത്തുക, പത്രസമ്മേളനം നടത്തുക, അത് അദ്ദേഹത്തിന്റെ സ്ഥിരം തൊഴിലാണ്. അതുകൊണ്ടാണ് ചടയമംഗലത്തെ ജനങ്ങൾ തീരുമാനിച്ചത് ഇങ്ങനെ പോയ ഒക്കിയലെന്ന് കണ്ട് വളരെ ചുരുക്കം വോട്ടുകളെ കിട്ടിയുള്ളൂ. മഹാഭൂരിപക്ഷത്തിൽ അവിടെ മുല്ലക്കര നായരൻ ജയിക്കേണ്ടതായി വന്നു. എവിടെ അദ്ദേഹം പോയി നിന്നാലും തോറ്റു പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ തവണ ഈ അഴിമതിക്കാർക്ക് വേണ്ടി വാദിച്ച ചാനലിൽ ചർച്ചയിൽ വന്നിട്ടുള്ള മുഴുവൻ ആളുകളും തോറ്റുപോയി എന്നുള്ള യാഥാർത്ഥ്യവും ഇപ്പൊ എടുത്തു പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് കെ ബാബു കുടുങ്ങും, കോൺഗ്രസ് കിടുങ്ങും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഉമ്മൻചാണ്ടി നിൽക്കുകയാണ്. ഈ അന്വേഷണം എങ്ങോട്ട് പോകും, അതുപോലെ തന്നെ ഇതിന് വീടുകൾ കയറിയ റെയ്ഡ് നടക്കുന്നു, ഇതൊക്കെ ഉള്ളപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കിന് കാര്യങ്ങൾ പോയാൽ കോൺഗ്രസിന്റെ കാര്യം യാകും എന്നുള്ള കാര്യത്തില് എനിക്ക് ഏതായാലും ആൾ കേൾക്കാമെങ്കിൽ അതായത് അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാര് സതീശൻ എന്ന് ഏതാണ്ടോ പറഞ്ഞു. സതീശൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നല്ല ശരിയാണ്, പറഞ്ഞത് തന്നെയാണ്. പക്ഷെ ഇനി ഈ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് മുമ്പോട്ട് പോയാൽ, UDF അതിനുവേണ്ടി കൂട്ടുനിന്നാൽ, UDF ഇപ്പൊ തന്നെ ദുർബല, പോരെങ്കിൽ ഇപ്പോൾ ഗർഭിണി എന്ന അവസ്ഥയാണ് UDFന്റെ അവസ്ഥ. മാണിസാറോടുകൂടി പകുതിയായി. ഇനി പലരും പോകാനിരിക്കുകയാണ്. ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് വാക്കൗട്ട് നടത്തണമെങ്കിൽ ആരെയെങ്കിലും കൂലിക്കാരെ കൊണ്ട് അസംബ്ലിയുടെ കവാടത്തിൽ നിർത്തിയിട്ട് ഇവരിറങ്ങി വരുമ്പോൾ ആ കൂടെ പ്രകടനം നടത്തേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ ഉപ്പ് തിന്നുന്നവൻ ശരിക്ക് വെള്ളം കുടിക്കുന്ന സ്ഥിതിയിലേക്കാണ്. ഏത് ജില്ലയിലേക്കാണ് പോകേണ്ടതെന്നുള്ള തർക്കമുള്ളൂ. പൂജപ്പുരയിലേക്ക് പോകണോ, വേറെ എവിടെയെങ്കിലും പോകണോ, അത് സെലക്ട് ചെയ്യാനുള്ളൊരു അവകാശം ചിലപ്പോൾ അവർക്ക് കിട്ടിയെന്നിരിക്കും. ഈ ഗവൺമെന്റ് ആയതുകൊണ്ട് നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കാര്യത്തിൽ കൊടുക്കുന്നത്. ശ്രീ ഉഴവൂർ അത് തന്നെയാണ്. അതായത് തത്ത നിങ്ങൾ ബാബുവിന്റെ കാർഡ് എടുത്തു, ഇനി ഓരോരുത്തരുടെയും കാർഡ് എടുക്കുമോ ഇല്ലയോ അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ബാബുവിന്റെ കാർഡ് എടുത്ത പാടെ ബാബുവിന്റെ ചീട്ട് കോൺഗ്രസിനുള്ളിൽ കീറി, അതാണ് വിഷയം. അല്ലെങ്കിൽ നാട്ടുകാർ മൂക്കത്ത് വിരൽ വെക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ടാണ് തീർച്ചയായും വ്യക്തമാണ്. ശ്രീ ഉഴവൂർ എത്താം. PSL താങ്കൾ കേൾക്കുന്നുണ്ടോ ഇതൊക്കെ? ശ്രീ PSL താങ്കൾ ലൈനിലുണ്ടോ? കോൺഗ്രസ് നേതാവ് PSL വീണ്ടും നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയാണ്.
തീർച്ചയായും ശ്രീ അജിത് കുമാർ, അതായത് പാർട്ടിക്കുള്ളിലെ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു പക്ഷേ മാണിക്കെതിരെ പീപ്പിൾ ടി വിയിലൂടെ താങ്കളിരിക്കുന്ന കസേരയിൽ തന്നെ ഇരുന്ന് ബിജു രമേശ് പറഞ്ഞ വിഷയങ്ങളാണ് ഇന്ന് ബാബുവിൻ്റെയും മാണിയുടെയും വിഷയങ്ങൾ അന്വേഷണത്തിൻ്റെ മേശപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. അന്ന് ബിജു രമേശ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, മാണിയുടേതിനേക്കാളും ഗൗരവമുള്ളതാണ് കെ ബാബുവിൻ്റെ വിഷയമെന്ന്. എന്നിട്ടും അന്നൊക്കെ കോൺഗ്രസ് ബാബുവിനെ പിന്തുണച്ചു. പക്ഷേ ആ പിന്തുണ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ബാബുവിന് ലഭിക്കുന്നില്ല എങ്കിൽ ബാബുവിനെ അന്ന് പിന്തുണച്ചിരുന്നവരാരൊക്കെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് ആരൊക്കെ, അവരുടെ ശക്തി ഒക്കെയാണ് ബോധ്യമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി തന്നെയാണ് പ്രതിക്കൂട്ടിലേക്ക്. അങ്ങനെ നമ്മളൊരു മുൻവീതിയിലേക്ക് പോകട്ടെ, എടുത്ത് ചാടണ്ട. അതായത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവർക്ക് നേരെ എപ്പോഴായാലും വിരൽ ചൂണ്ടപ്പെടും, അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടും. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് തന്നെ തെളിയിക്കാൻ ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ വിധേയരായവർക്ക് അതിൽ നിന്ന് പുറത്തു വരാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ ശ്രീ കെ ബാബു എക്സൈസ് മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിനെതിരെ ഈ പറഞ്ഞ പോലെ ശ്രീ ബിജു രമേശും അവരുടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാർ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനോ, അവർക്കൊക്കെ ഈ അന്നത്തെ UDF സർക്കാരിൻ്റെ അബ്കാരി പോളിസി കൊണ്ട് കോടികളുടെ നഷ്ടം സംഭവിച്ചവരാണ് ശ്രീ ബിജു രമേശും സംഘവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വർഷങ്ങളായിട്ട്, പക്ഷേ ആ വാദങ്ങളല്ല, അതല്ല, അതിനപ്പുറത്തേക്ക് അതിൽ കണ്ടന്റ് ഉണ്ട്, മെറിറ്റ് ഉണ്ട് എന്നാണ് ഈ നിമിഷം വരെയുള്ള കോടതിയുടെ അനുമതിയോടുകൂടി. അന്നത്തെ കാര്യം, അന്ന് ശ്രീ ബാബുവിനെതിരെ, അന്ന് ശ്രീ കെ മാണിക്കെതിരെയും ശ്രീ ബിജു രമേശും അവർ ഉന്നയിച്ച, അവരുടെ സംഘടന ഉന്നയിച്ചു എന്ന് പറഞ്ഞ ആരോപണങ്ങൾ, അത് ചില തുകയുടെ ഒരു കോടി എന്ന് ഒരു ആദ്യം പറഞ്ഞു, പിന്നെ 10 കോടി എന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നു. അപ്പോൾ മന്ത്രിസഭയിലെ സഹപ്രവർത്തകരെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് മറ്റ് സഹപ്രവർത്തകർ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി, ഉമ്മൻചാണ്ടി പറഞ്ഞ ഒരു കാര്യം, FIR-ൽ ഗുരുതരമായ വീഴ്ചകളുണ്ട്, അത് പരിശോധിക്കണമെന്ന്. സർക്കാരിൻ്റെ ഇടപെടൽ, രാഷ്ട്രീയമായ വൈര്യനിരാധന ബുദ്ധി ഒക്കെ ഉണ്ട് എന്ന് സമർത്ഥിക്കാനായി ഉമ്മൻചാണ്ടി അടക്കമുള്ള ദുർബല വിഭാഗം ഇപ്പോൾ കോൺഗ്രസിനുള്ളിലെ FIR-ലെ ഗുരുതര വീഴ്ച, അതെന്ത്? അതുമായി ബന്ധപ്പെട്ട ഒരു മൂവ്മെൻറ്റ് നടത്താൻ ബാബുവിനോ ഉമ്മൻചാണ്ടിക്കോ കോൺഗ്രസിലെ ആ പക്ഷത്തിനോ ആവുന്നില്ല. അല്ല, ഇതിനകത്ത് വേറെ ഒരു കാര്യമുണ്ട് അജിംഷാദ്. അതായത് ഒരു ശ്രീ കെ ബാബു എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഉപരിയായിട്ട് 1991 മുതൽ ജനപ്രതിനിധിയായിരുന്നു, 5 വർഷം മന്ത്രിയൊക്കെ ആയിരുന്ന ഒരാളിനെതിരായിട്ടുള്ള ആരോപണത്തിൻ്റെ ഇത്ര ദ്രുതഗതിയിൽ ഒരു അന്വേഷണത്തിലേക്കൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകാം. മറുപടി പറയാം ബിജു. ഒന്ന് FIR ഇടുന്നത് ഗവൺമെന്റ് അല്ല, FIR ഇടുന്നത് SHOമാർ, അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ്. അതാണ് പ്രത്യേകിച്ച് ഭരണമാറ്റത്തിന് തൊട്ടടുത്ത ഉടനെ. അതിന്റെ അർത്ഥം UDF, ഞാൻ അതിലാണ് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. ഇത് പുതിയ അന്വേഷണം അല്ല. ഇത് ഇവർ ഭരിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിൽ 2014 മുതൽ വിവിധ കോടതികളിൽ നിലനിൽക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു പുതിയ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു നയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് നഷ്ടം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയി കേസെടുക്കുന്നതല്ല. ബാർ കേസുമായി ബന്ധപ്പെട്ട് അന്നു മുതൽ തന്നെ വിവിധ കോടതികളിൽ കേസ് നിൽക്കുന്നുണ്ട്. ആ കേസിൻ്റെ ഭാഗമായി വിവിധ തെളിവുകൾ വരുന്നുണ്ട്. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ കേസുകൾ ചാർജ് ചെയ്യപ്പെടും. FIR ഇടുന്നതിൽ ഗവൺമെൻറ് റോളുമില്ല. FIR ഇടുന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതിൻ്റെ കേസിൻ്റെ വെലോസിറ്റി അനുസരിച്ച് FIR ഇടേണ്ട ഉത്തരവാദിത്വം അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓഫീസർക്കാണ്. അത് തന്നെയാണ് ശ്രീ റജി ലൂക്കോസ്. അങ്ങനെ അന്ന് ഉണ്ടായിരുന്ന കഥകൾ, അല്ലെങ്കിൽ ഒരു ഒബ്സഷൻ ഇപ്പോൾ ഇടേണ്ട കാര്യമില്ല, അന്നേ ഉണ്ടായിരുന്ന കഥകളാണ്, അതിനെ ഉറക്കിക്കടത്തിയിരുന്നതാണ്. ഉറങ്ങിക്കിടന്നവരെ ഉണർത്താൻ വേണ്ട ഊർജം ഈ ഘട്ടത്തിൽ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് കോൺഗ്രസിനെയും ഈ വിഷയത്തിൽ പിന്നോട്ടടിപ്പിക്കുന്നത് എന്ന് തന്നെ കരുതണം. അങ്ങനെയാണെങ്കിൽ വിജിലൻസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണെന്ന് രാഷ്ട്രീയ കേരളം വിലയിരുത്തി, അങ്ങനെ പറഞ്ഞുകൂടെ? തീർച്ചയായിട്ടും. കാരണം ഈ 2014 ബാറുകൾ നിരോധിക്കുന്ന ഘട്ടം മുതൽ തുടങ്ങിയിരിക്കുന്ന ഒരു അന്വേഷണത്തിന്റെ തുടർച്ചയാണിത്. അന്ന് ആദ്യഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട ജേക്കബ് തോമസ് IPS തന്നെയായിരുന്നു ഇത് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അന്ന് കെ ബാബുവിന്റെ നേരെ എന്താ പറയുക, ഈ നിയമം പ്രയോഗിക്കുമെന്നൊരു ഘട്ടം വന്നപ്പോഴത്തേക്കും ജേക്കബ് തോമസിനെ വളരെ മോശമായിട്ട് കേരളത്തിലെ ജനങ്ങളെ പോലും അവഹേളിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് അവിടുത്തെ കസേരയിൽ തെറിപ്പിക്കുമായിരുന്നു. ഏതാണ്ട് 32 തവണ ആ മനുഷ്യനെ നീതിമാനായ ഉദ്യോഗസ്ഥനെ ഇവർ വട്ടം തട്ടി. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണം എന്ന് പറയുന്നത് മിസ്റ്റർ ബിജു പറഞ്ഞ പോലെ ഇത് തുടർച്ചയാണ്. ഈ ഗവൺമെന്റിന് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. ഇതിന്റെ ഫലം എന്താണ്? കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ രാഷ്ട്രീയം കച്ചവടമാക്കി, രാഷ്ട്രീയത്തിനെ ഒരു കൊള്ളസങ്കേതമാക്കി. കഴിഞ്ഞ മന്ത്രിസഭയിലെ 21 അംഗ ഒരു കൊള്ളസംഘത്തിന്റെ നിർഗിഷ്ടമായിട്ടുള്ള ചെയ്തികൾ
കണ്ടും കേട്ടും കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഭയത്തോടെ വീക്ഷിക്കുകയാണ്. കേരളം പലതിൽ നിന്നും മോചിതമാണ് എന്നുള്ള കാലങ്ങളായിട്ടുള്ള ധാരണ ഇവർ തിരുത്തിക്കുറിച്ചു. അപ്പം ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഈ നീചരായ കള്ളന്മാരെ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കണം. ഇവരെ പോലെയുള്ള അഴിമതി പാണ്ഡങ്ങളെ കേരളത്തിലെ ഒരു വക യാതൊരു വേദികളിൽ അടുപ്പിക്കാതെ കേരളത്തിലെ ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം. ഒരു ശുദ്ധീകരണം തീർച്ചയായും നമ്മുടെ രാഷ്ട്രീയത്തിൽ പണ്ടൊക്കെ ആവശ്യമാണ്. കോൺഗ്രസ് കണ്ടിരുന്നത് ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും തിരുത്തൽ വാദത്തിന്റെയും ഒക്കെ ഘട്ടങ്ങളിൽ രാഷ്ട്രീയ കേരളം കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിച്ചത് അത്തരത്തിൽ ആശയപരമായ പോരാട്ടമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തി നിൽക്കുന്നത് ബാബുവിന്റെ വിഷയത്തിൽ എന്താണ്? തീർച്ചയായും അജിത് കുമാർ, താങ്കളിലേക്ക് എത്താം. ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം. അജിത് കുമാർ പരസ്യത്തിന് മുമ്പ് പോയതിലേക്ക് വളരെ അതായത് ഈ ജേക്കബ് തോമസിനെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വല്ലാണ്ട് അദ്ദേഹത്തിനെ അവഗണിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാനമാറ്റങ്ങൾ ഉണ്ടായി, 32 തവണ 8 തട്ടി എന്നൊക്കെ പറയും. അപ്പോൾ